നമസ്കാരം. വിദ്യാലയം വിജ്ഞാനത്തിൻ്റെ ദേവാലയമാണ്. വിജ്ഞാനത്തിൻ്റെ തിരുനാളവുമായി നെല്ലിമറ്റത്തിൻ്റെ മണ്ണിൽ അക്ഷര വെളിച്ചം പകർന്നുകൊണ്ട് 7.5 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന നമ്മുടെ സെൻറ് ജോസഫ് യു പി സ്കൂൾ ഇപ്പോൾ പ്ലാറ്റിനം ജൂബിലിയുടെ നിറവിൽ നിന്നും നവതിയുടെ പടവുകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. 1950 ഒരു ചെറിയ വിദ്യാലയമായി ആരംഭിച്ച നമ്മുടെ ഈ സ്ഥാപനം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ വഴികാട്ടിയായി ഇന്നും പ്രശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കടന്നുപോയ 75 വർഷങ്ങൾ മികവിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ചരിത്രമാണ് നമ്മോട് പറയുന്നത്. 1954 റവറൻ ഫാദർ തോമസ് പാലത്തിങ്കൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ യു പി സ്കൂളായി വളർന്ന കാലം മുതൽ ഇങ്ങോട്ട് നിരവധി പ്രതിഭകളെ വാർത്തെടുക്കുന്നതിൽ നമ്മുടെ സ്കൂളിന് സാധിച്ചു. കടന്നുപോയ 2024-25 പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ വിദ്യാലയത്തിൻ്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് 75 വ്യത്യസ്ത കർമ്മ പദ്ധതികളാണ് നാം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. കോതമംഗലം രൂപത മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവിൻ്റെയും രൂപത വിദ്യാഭ്യാസ സെക്രട്ടറിയുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും മാനേജ്മെൻറ്റിൻ്റെയും പൂർവാധ്യാപക വിദ്യാർത്ഥി സംഘടനകളുടെയും സ്കൂളിലെ അധ്യാപക വിദ്യാർത്ഥി രക്ഷാകർത്താക്കളുടെയും സാന്നിധ്യവും അകമഴിഞ്ഞ സഹകരണവും ഈ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. LKG മുതൽ 7ാം ക്ലാസ് വരെ 196 വിദ്യാർത്ഥികളാണ് ഈ വർഷം നമ്മുടെ സ്കൂളിൽ വിദ്യ അഭ്യസിച്ചു വരുന്നത്. 12 അധ്യാപകരും ഒരു അനധ്യാപികയും ഒരു പാചക തൊഴിലാളിയും ബസ് ഡ്രൈവർ ആയ എന്നിവരുമാണ് ഈ വർഷം ഈ സ്കൂളിൽ സേവനമനുഷ്ഠിച്ചു വരുന്നത്. മാനേജ്മെൻറ്റിൻ്റെയും കഠിനാധ്വാനികളായ അധ്യാപകരുടെയും എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്ന PTA അംഗങ്ങളുടെയും രക്ഷിതാക്കളുടെയും ഉന്നത വിജയം കൈവരിക്കുന്ന വിദ്യാർത്ഥികളുടെയും മറ്റ് അഭ്യുദയകാംക്ഷികളുടെയും സഹകരണത്തോടെ അവരുടെ എല്ലാം കൂട്ടായ പരിശ്രമ ഫലമായി 2025-26 അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങളെല്ലാം വിജയകരമായി പൂർത്തിയാക്കുവാൻ നമുക്ക് കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യത്തിൽ ഈ വാർഷിക റിപ്പോർട്ട് എല്ലാവരുടെയും മുമ്പിൽ സവിനയം സമർപ്പിക്കുന്നു. സ്കൂൾ മാനേജ്മെന്റും അധ്യാപക നേതൃത്വവും കോതമംഗലം കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സ്കൂളിന്റെ രക്ഷാധികാരി അഭിമന്യ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവാണ്. പിതാവിനെ നന്ദിയോടെ സ്മരിക്കുന്നു. സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും വളരെ താല്പര്യത്തോടെ അന്വേഷിച്ചറിഞ്ഞ് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനവും നൽകി ഞങ്ങളെ നയിക്കുന്ന രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി റവറൽ ഫാദർ മാത്യു മുണ്ടക്കൽ അച്ഛൻ ഞങ്ങളുടെ കരുത്തുറ്റ നേതൃത്വം തന്നെയാണ്. ഈ സ്ഥാപനത്തിന്റെ സർവ്വതോന്മുഖ വളർച്ചയിൽ അതീവ ശ്രദ്ധാലുവായിരുന്നുകൊണ്ട് ഈ സ്കൂളിനെ നയിക്കുന്നത് ബഹുമാനപ്പെട്ട മാനേജർ റവറൽ ഡോക്ടർ തോമസ് T. പറയടമച്ചനും അസിസ്റ്റന്റ് മാനേജർ ജീവനച്ചനും ഹെഡ്മാസ്റ്റർ ശ്രീ വിനു ജോർജുമാണ്. PTA പ്രസിഡന്റ് ശ്രീ ബിനീഷ് ജോസ്, MBT ചെയർപേഴ്സൺ ശ്രീമതി ഷീജ ജിയോ എന്നിവരുടെ നേതൃത്വത്തിൽ സുശക്തമായ PTA കമ്മിറ്റി നമ്മുടെ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നു. പാഠ്യേതര പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ സമഗ്രവും സുസ്ഥിരവുമായ വ്യക്തിത്വ വികസനമാണ് പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന ലക്ഷ്യം. ഈ ലക്ഷ്യത്തിന്റെ ഭാഗമായി പാഠ്യപദ്ധതിക്ക് പുറമെ കായികം, കരാട്ടെ, നൃത്ത പരിശീലനം എന്നിവ വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്നു. ഓരോ ദിവസവും കുട്ടികൾക്ക് നവീനവും വിജ്ഞാനപ്രദവുമായ പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന പുത്തനറിവ് എന്ന പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കി വരുന്നു. വിദ്യാർത്ഥികളുടെ സൃഷ്ടിപരമായ കഴിവുകളും വൈവിധ്യമാർന്ന പ്രതിഭകളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ മാസവും സർഗവേള വിജയകരമായി സംഘടിപ്പിച്ചു വരുന്നു. കൂടാതെ LSS, USS, സ്റ്റെപ്സ്, ന്യൂമാറ്റ്സ് പോലെയുള്ള വിവിധ പരീക്ഷകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ ഉന്നത നേട്ടങ്ങൾ കൈവരിച്ച് മുൻനിരയിലെത്തണമെന്ന ലക്ഷ്യത്തോടെ ആവശ്യമായ പരിശീലനവും പ്രോത്സാഹനവും നൽകി വരുന്നു. ഈ പ്രവർത്തനങ്ങളിലൂടെ അക്കാദമിക മികവിനൊപ്പം മൂല്യബോധവും ആത്മവിശ്വാസവുമുള്ള ഉത്തരവാദിത്തപരമായ തലമുറയെ വാർത്തെടുക്കുന്നതിൽ സ്ഥാപനം ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചു വരുന്നു. ജൂൺ 2 പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ സെന്റ് ജോസഫ് UP സ്കൂളും ഒരുങ്ങിക്കഴിഞ്ഞു. ഈ വർഷം കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് തലപ്രവേശനോത്സവം നടത്താനായി തിരഞ്ഞെടുത്തതും നമ്മുടെ സ്കൂൾ ആണെന്നതും ഈ സന്തോഷത്തിന് മാറ്റുകൂട്ടുന്നു. കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സിബി മാത്യു ദീപം തെളിച്ചു. ഈ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചു. സ്കൂൾ മാനേജർ റവറൻഡ് ഡോക്ടർ തോമസ് J. പറയിടം അധ്യക്ഷത വഹിച്ചു.
എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഷിബു പടമ്പറമ്പത്ത്, വാർഡ് മെമ്പർ ശ്രീമതി ടീന ടിനു, PTA പ്രസിഡന്റ് ശ്രീ ആന്റണി പെരേര, MBTA പ്രസിഡന്റ് ശ്രീമതി ഷീജ ജിയോ എന്നിവർ ആശംസകൾ അറിയിച്ചു. ജൂൺ 5 പരിസ്ഥിതി ദിനം. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം കുട്ടികളിൽ ആഴത്തിലുറപ്പിക്കാൻ ഒരു പരിസ്ഥിതി ദിനം കൂടി വന്നു. കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ പരിസ്ഥിതി ദിന പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിൽ ഫലവൃക്ഷത്തെ നട്ടുകൊണ്ട് ആരംഭിച്ചു എന്നതും ശ്രദ്ധേയമായി. കൂടാതെ കോതമംഗലം കൃഷിഭവനിൽ നിന്നുള്ള കൃഷി ഓഫീസറുടെ സാന്നിധ്യവും നിർദ്ദേശങ്ങളും ഏറെ ഫലപ്രദമായിരുന്നു. വായനാ ദിനം. PN പണിക്കരുടെ ചരമദിനം വായനാ ദിനമായി ഏറെ വ്യത്യസ്തതകളോടെ ആചരിച്ചു. വായനാ മത്സരം, ക്വിസ് എന്നിവ നടത്തി വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. അന്നേ ദിനം ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ നൽകുകയും ഉണ്ടായി. ലഹരി വിരുദ്ധ ദിനം. യുവതലമുറയെ കാർന്നു തിന്നുന്ന ലഹരിയുടെ മായാവലയത്തിൽ നമ്മുടെ കുട്ടികൾ വീഴാതിരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി. അസംബ്ലിയിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിയും മുദ്രാവാക്യം വിളിച്ചും പോസ്റ്ററുകൾ നിർമ്മിച്ചും കുട്ടികൾ ലഹരിക്കെതിരെ അണിനിരുന്നു. ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേയോട് അനുബന്ധിച്ച് കുട്ടികൾ കുത്തുകുടി ലൈഫ് കെയർ ഹോസ്പിറ്റലിൽ സന്ദർശിച്ചു. ഡോക്ടർ ഭീമയ്ക്ക് കുട്ടികൾ പൂച്ചെണ്ടുകൾ നൽകി ആശംസകൾ അർപ്പിച്ചു. ഈ സന്ദർശനം കുട്ടികളിൽ സാമൂഹിക ബോധവും ആരോഗ്യരംഗത്തെ ആദരവും ഉണർത്തുന്നതായി. സ്കൂൾ വെഞ്ചിരിപ്പ്. ജൂലൈ 7 സ്കൂൾ മാനേജർ ഫാദർ തോമസ് പറയിടവും അസിസ്റ്റന്റ് വികാരി ഫാദർ ജീവൻ മഠത്തിലും ചേർന്ന് സ്കൂൾ വെഞ്ചിരിപ്പ് നിർവഹിച്ചു. തുടർന്ന് കുട്ടികൾക്കായി വിശുദ്ധ ബലി അർപ്പിക്കപ്പെട്ടു. പുതിയ അധ്യയന വർഷത്തിന് ആത്മീയ അനുഗ്രഹം ലഭിക്കുന്നതിന് ഇത് സഹായകമായി. ബഷീർ ദിനം. ബഷീർ ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂൾ അസംബ്ലിയിൽ പാത്തുമ്മയുടെ ആട് എന്ന കൃതിയിലെ കഥാപാത്രങ്ങളുടെ ദൃശ്യാവതരണം നടന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളുടെ ചുവർപത്രിക അവതരണവും ജീവചരിത്രപരമായ വിവരങ്ങൾ പങ്കുവെക്കലും നടത്തി. ക്ലാസ് ലൈബ്രറി. ജൂലൈ 7 എല്ലാ ക്ലാസുകളിലും ക്ലാസ് ലൈബ്രറികൾ സജ്ജീകരിച്ചു. ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ ലൈബ്രറികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തികച്ചും ജനാധിപത്യപരമായ രീതിയിൽ സംഘടിപ്പിച്ചു. സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നങ്ങൾ അനുവദിച്ച് വോട്ടിംഗ് മെഷീന്റെ സഹായത്തോടെ തെരഞ്ഞെടുപ്പ് നടത്തി. സ്കൂൾ ഹെഡ് ബോയ് ആയി മാസ്റ്റർ ഇമ്മാനുവൽ വിനു, ഹെഡ് ഗേൾ ആയി കുമാരി സനാ സാംഷൻ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. വിദ്യാരംഗം കലാസാഹിത്യവേദി. ഈ അധ്യയന വർഷത്തെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ സ്കൂൾ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി കോർഡിനേറ്റർ ശൈലേഷ് MR നിർവഹിച്ചു. ബഹുമാനപ്പെട്ട മാനേജർ ഭാരവാഹികൾക്ക് ബാഡ്ജ് ധരിപ്പിച്ച് അഭിനന്ദിച്ചു. കുട്ടികളിലെ കലാസാഹിത്യ പ്രതിഭകൾ ഉണർത്തുന്ന രീതിയിൽ ശൈലേഷ് സാർ പ്രചോദനപരമായ ക്ലാസ്സിന് നേതൃത്വം നൽകി. വാഗ്മയം. കുട്ടികളുടെ ഭാഷാപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനായി LP തലത്തിലും UP തലത്തിലും വാഗ്മയം പരീക്ഷ നടത്തി. LP വിഭാഗത്തിൽ നിന്ന് ഫിയോണ സിജുവും അമീൻ അൻസും, UP വിഭാഗത്തിൽ നിന്ന് അനാമിക ദിനേശും ക്രിസ്റ്റീന സിജുവും വിജയികളായി. ചാന്ദ്രദിനം. ജൂലൈ 21 ചാന്ദ്രദിനം വിവിധ പരിപാടികളോടുകൂടി ആചരിച്ചു. ചന്ദ്രനെ കുറിച്ചുള്ള അറിവുകൾ വർദ്ധിപ്പിക്കുന്നതിനായി ചാർ പ്രദർശനം സംഘടിപ്പിച്ചു. ഷുഗർ ബോർഡ് സ്ഥാപനം. കുട്ടികളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് സ്കൂളിലും ക്ലാസ് മുറികളിലും ഷുഗർ ബോർഡ് സ്ഥാപിച്ചു. കുട്ടികളുടെ ഭക്ഷണക്രമത്തിൽ ഷുഗറിന്റെ അളവ് എത്രമാത്രം ഉണ്ടാകണമെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തി. സ്വാതന്ത്ര്യ ദിനാചരണം. ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യദിനം ആചരിച്ചുകൊണ്ട് സ്കൂളിൽ വിവിധ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പതാക ഉയർത്തൽ ചടങ്ങിൽ PTA, MBTA, സ്കൂൾ ഹെഡ് മാസ്റ്റർ എന്നിവർ സജീവ സാന്നിധ്യം വഹിച്ചു. സ്വാതന്ത്ര്യദിന റാലി, വിവിധ മത്സരങ്ങൾ, മധുരപലഹാര വിതരണം എന്നിവ ഈ ദിനത്തെ മനോഹരമാക്കി. മാതാപിതാക്കൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിക്കുകയും സ്വതന്ത്ര ഭാരതത്തിന്റെ ഭാവി നമ്മുടെ കൈകളിലാണ് എന്ന ബോധവൽക്കരണ സന്ദേശത്തോടെ പ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തു. ഇത് കുട്ടികളിൽ രാജ്യസ്നേഹവും ഐക്യബോധവും വളർത്തുന്ന വേദിയായി മാറി. ഹിരോഷിമ ദിനം. 1945 നടന്ന ആണവ ബോംബ് ആക്രമണത്തിന്റെ ഭീകരതയെക്കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്നതിനായി സ്കൂളിൽ വിപുലമായ ഹിരോഷിമ ദിനം ആചരണം നടത്തി. സഡാക്ക കൊക്ക് നിർമ്മാണം, പ്രത്യേക അസംബ്ലി, നിശബ്ദ പ്രാർത്ഥന എന്നിവയിൽ അധ്യാപകരും കുട്ടികളും പങ്കെടുത്തു. ദന്തൽ ക്യാമ്പ്. മാർ ബസോലിയോസ് ദന്തൽ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂളിലെ കുട്ടികൾക്കായി സൗജന്യ ദന്തൽ ക്യാമ്പ് സംഘടിപ്പിച്ചു.
റവറൻഡ് ഫാദർ തോമസ് ജെ പരീഡം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ കുട്ടികളുടെ ദന്ത സംരക്ഷണം ഉറപ്പുവരുത്തുകയും കൂടുതൽ ചികിത്സ ആവശ്യമായവർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. കുട്ടികൾക്ക് ദന്ത അവബോധ ക്ലാസും നൽകിയതോടെ ആരോഗ്യപരമായ ശീലങ്ങൾ വളർത്താൻ പ്രചോദനം ലഭിച്ചു. ദീപിക നമ്മുടെ ഭാഷാ പദ്ധതി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂളിലെ കുട്ടികൾക്കായുള്ള ദീപിക ദിനപത്ര വിതരണം ഉദ്ഘാടനം ചെയ്തു. വായനയുടെ പ്രാധാന്യം കുട്ടികളിൽ പകർന്നു കൊടുക്കുന്നതിനൊപ്പം ഫാദർ ആന്റണി പുത്തൻകുളത്തിന്റെ നേതൃത്വത്തിൽ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് നൽകുകയും ചെയ്തു. സ്കൂൾ സേഫ്റ്റി റവറൻഡ് ഫാദർ തോമസ് ജെ പരീഡം അച്ഛന്റെ അധ്യക്ഷതയിൽ സ്കൂൾ സുരക്ഷാ കമ്മിറ്റിയുടെ രൂപീകരണം നടത്തി. സബ് ഇൻസ്പെക്ടർ ശ്രീ ഷാജി മാത്യു മുഖ്യാതിഥിയായിരുന്നു. ഹെഡ് മാസ്റ്റർ, വാർഡ് മെമ്പർ, PTA, MPTA, സ്കൂൾ ലീഡേഴ്സ്, അധ്യാപക പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. സ്കൂൾ സുരക്ഷയുടെ ഭാഗമായി AEO സ്കൂൾ സന്ദർശനം നടത്തുകയും പ്രവർത്തനങ്ങളെല്ലാം കാര്യക്ഷമമാണെന്ന് വിലയിരുത്തുകയും ചെയ്തു. ഓണാഘോഷം ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു പൊന്നോണക്കാലം കൂടി വരവായി. മനോഹരമായ പൂക്കളം സ്കൂൾ അങ്കണത്തിൽ തയ്യാറാക്കി. കേരള തനിമയാർന്ന വസ്ത്രങ്ങളിൽ കുട്ടികൾ സന്തോഷത്തോടെ ഓണക്കളികളിൽ പങ്കെടുത്തു. സ്കൂൾ മാനേജർ ഓണപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മാതാപിതാക്കൾക്കായി പ്രത്യേക മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ഓണസദ്യയും പായസവും കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആസ്വദിച്ചു. KCSL പ്രവർത്തന ഉദ്ഘാടനം കോതമംഗലം രൂപത തലത്തിലുള്ള KCSL പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം രൂപത ഡയറക്ടർ ഫാദർ മാത്യു രാമനാട്ട് നിർവഹിച്ചു. KCSL കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. യൂണിറ്റ് ഭാരവാഹികൾക്ക് മാനേജർ അച്ഛൻ തിരികൾ കത്തിച്ചു നൽകിക്കൊണ്ട് KCSL പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. അധ്യാപക ദിനാചരണത്തോടനുബന്ധിച്ച് കുട്ടികൾ തയ്യാറാക്കിയ ആശംസാ കാർഡുകളും സ്നേഹ സമ്മാനങ്ങളും അധ്യാപകർക്ക് കൈമാറി. പരിസര പ്രദേശങ്ങളിലെ അംഗൻവാടി, നഴ്സറി, സ്കൂളുകൾ സന്ദർശിച്ച് അവിടെയുള്ള അധ്യാപകരെ ആദരിച്ചു. അധ്യാപന മേഖലയിലെ സേവനങ്ങൾക്ക് ആദരവ് അർപ്പിക്കുന്നതിന് ഈ പ്രവർത്തനം അവസരമായി. സ്കൂൾ കലോത്സവം തരംഗം 2025 കുട്ടികളുടെ അക്കാദമിക നേട്ടങ്ങളോടൊപ്പം കലാപ്രതിഭകൾ കണ്ടെത്തി വളർത്തുന്നതിനായി തരംഗം 2025 എന്ന പേരിൽ സെപ്റ്റംബർ 11, 12 തീയതികളിൽ സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചു. മികച്ച കലാപ്രതിഭകൾക്ക് സബ് ജില്ലാ, ജില്ലാതല മത്സരങ്ങൾക്ക് പരിശീലനം നൽകി. കലാരംഗത്തെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കുട്ടികൾക്ക് വിശാലമായ വേദി ലഭിച്ചു. ലോക ഓസോൺ ദിനത്തോടനുബന്ധിച്ച് ക്ലാസ് അടിസ്ഥാനത്തിൽ പോസ്റ്റർ രചനാ മത്സരം സംഘടിപ്പിച്ചു. മികച്ച പോസ്റ്ററുകൾക്ക് സമ്മാനങ്ങൾ നൽകി. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് സ്കൂൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും പോസ്റ്റർ നിർമ്മാണം, ക്വിസ് മത്സരം എന്നിവ നടത്തുകയും ചെയ്തു. ലോക കൈകഴുകൽ ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ ബോധവത്കരണ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്ക് വ്യക്തി ശുചിത്വത്തിന്റെ പ്രാധാന്യം വിശദീകരിച്ചു. കൈ കഴുകേണ്ട വിവിധ ഘട്ടങ്ങൾ പ്രായോഗികമായി വിശദീകരിക്കുകയും ശരിയായ രീതിയിൽ കൈകൾ കഴുകേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ജപമാല മാസാചരണം ഒക്ടോബർ മാസത്തിൽ 10 ദിവസം കുട്ടികൾ മാതാവിന്റെ തിരുസ്വരൂപത്തിനരികെ ഒന്നു ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ജപമാലയുടെ സമാപന ദിവസം KCSL അംഗങ്ങളുടെ നേതൃത്വത്തിൽ ജപമാല റാലി നടത്തി. കുട്ടികൾ നിർമ്മിച്ച ജപമാലകളും മാതാവിന്റെ രൂപങ്ങളും കയ്യിൽ വഹിച്ചുകൊണ്ടാണ് ജപമാല റാലിയിൽ പങ്കെടുത്തത്. കൃഷിഭവൻ സന്ദർശനം പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികൾ നേര്യമംഗലം ജില്ലാ കൃഷിഭവൻ സന്ദർശിച്ചു. കൃഷി ഓഫീസർ കുട്ടികൾക്ക് ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ് തുടങ്ങിയ കൃഷി സാങ്കേതിക വിദ്യകൾ വിശദീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് പോലുള്ള നവീന കൃഷി രീതികൾ നേരിൽ കണ്ട് മനസ്സിലാക്കാൻ അവസരം ലഭിച്ചു. നവംബർ 1 കേരളപ്പിറവി ലോക മലയാളികൾ അഭിമാനത്തോടെ ആചരിക്കുന്ന കേരളപ്പിറവി ദിനത്തിന്റെ ഭാഗമായി നവംബർ മാസത്തിലെ ദിനാചരണങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഐക്യത്തിന്റെയും അഭിമാനത്തിന്റെയും പാതയിലേക്ക് നയിക്കുന്ന ഈ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാന അധ്യാപകൻ കുട്ടികളുമായി സംസാരിച്ചു. കേരളത്തിന്റെ സംസ്കാരവും പൈതൃകവും കുട്ടികളിൽ വളർത്തുന്നതിനുള്ള അവസരമായി ഈ ദിനാചരണം മാറി. ഉപജില്ലാ കലോത്സവം 2025-26 അധ്യയന വർഷത്തെ കോതമംഗലം ഉപജില്ലാ കലോത്സവത്തിൽ വിവിധ മത്സരങ്ങളിലായി നമ്മുടെ സ്കൂളിലെ കുട്ടികൾ പങ്കെടുത്ത് 1, 2, 3 സ്ഥാനങ്ങൾ ഉൾപ്പെടെ മികച്ച ഗ്രേഡുകൾ സ്വന്തമാക്കി. LP വിഭാഗം പഠനയാത്ര ഈ വർഷത്തെ LP വിഭാഗം പഠനയാത്ര നവംബർ 14 അടിമാലി 10ാം മൈലിലെ ഫ്ലോറ ഫ്യൂണയും ഭൂതത്താൻ കെട്ടും സന്ദർശിച്ചുകൊണ്ട് നടത്തി.
കുട്ടികളിൽ കൂടുതൽ വിജ്ഞാനം പകരുന്നതിനും സസ്യജന്തുജാലങ്ങളെ അടുത്തറിയുന്നതിനും ഈ യാത്ര സഹായകമായി. ശിശുദിനാചരണം. ഇന്ത്യയിലുടനീളം ശിശുദിനമായി ആചരിക്കുന്ന ചാച്ചാജിയുടെ ജന്മദിനം നമ്മുടെ സ്കൂളിലും സമുചിതമായി ആഘോഷിച്ചു. ചാച്ചാജിയുടെ വേഷമണിഞ്ഞ കുട്ടികൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. കുട്ടികൾക്കായി പ്രശ്നോത്തരി, പ്രച്ഛന്ന വേഷ മത്സരം ഉൾപ്പെടെ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപകൻ ശിശുദിന സന്ദേശം നൽകുകയും തുടർന്ന് കുട്ടികൾക്ക് മധുരപലഹാരം വിതരണം ചെയ്യുകയും ചെയ്തു. പുകയില വിരുദ്ധ ക്യാമ്പസ് പ്രഖ്യാപനം. കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നമ്മുടെ വിദ്യാലയം പുകയില വിരുദ്ധ ക്യാമ്പസായി പ്രഖ്യാപിച്ചു. പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും നിരോധനം അറിയിച്ചുകൊണ്ടുള്ള ബോർഡുകളും പോസ്റ്ററുകളും സ്കൂൾ പരിസരത്ത് സ്ഥാപിച്ചു. നേര്യമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകർ പുകയില ഉപയോഗത്തിന്റെ നിയമവശങ്ങളും ആരോഗ്യ പ്രത്യാഘാതങ്ങളും സംബന്ധിച്ച് കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ക്രിസ്മസ് ആഘോഷം. ഡിസംബർ 23-ാം തീയതി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തപ്പെട്ടു. എല്ലാ വിദ്യാർത്ഥികളും ചുവപ്പും വെള്ളയും നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ആഘോഷത്തിൽ പങ്കെടുത്തു. സാന്റാക്ലോസ് വേഷം ധരിച്ചവർ പരിപാടിക്ക് പ്രത്യേക ഭംഗി നൽകി. ക്രിസ്മസ് കരോളുകൾ ആലപിച്ചുകൊണ്ടാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് നടന്ന പൊതുപരിപാടി സ്കൂൾ മാനേജർ റവറൻ ഫാദർ തോമസ് ഡേ പറയിടം ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ക്രിസ്മസ് കേക്ക് മുറിച്ച് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു. പുൽക്കൂടും കുട്ടികൾ തന്നെ നിർമ്മിച്ച നക്ഷത്രങ്ങൾ ഉപയോഗിച്ച് അലങ്കരിച്ച ക്രിസ്മസ് ട്രീയും പ്രധാന ആകർഷണമായി മാറി. പ്രൊവിഡൻസ് ഹോം സന്ദർശനം. നമ്മുടെ സ്കൂളിൽ KCSLന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന മെഴ്സിഫുൾ ജേർണി ടു ബെത്ലഹേം പരിപാടിയുടെ ഭാഗമായി LSDP സിസ്റ്റേഴ്സ് നടത്തിവരുന്ന പ്രൊവിഡൻസ് ഹോം സന്ദർശിക്കുകയും അന്തേവാസികളോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കുകയും ചെയ്തു. ഇത് സന്തോഷവും സ്നേഹവും നിറഞ്ഞ ഒരു അനുഭവമായി. ഒരുമിച്ച് സമയം ചെലവഴിച്ചും ചിരികളും സ്നേഹവും പങ്കുവെച്ചും മനുഷ്യ സ്നേഹവും സഹവാസവും എത്ര വിലപ്പെട്ടതാണെന്ന് ഈ ദിവസം ഓരോരുത്തരെയും ഓർമ്മിപ്പിച്ചു. ആനുവൽ സ്പോർട്സ് മീറ്റ്. കുട്ടികളുടെ കായികപരമായ കഴിവുകൾ കണ്ടെത്തുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനുമായി സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു. ഹെഡ് മാസ്റ്റർ ശ്രീ വിനു ജോർജ് ദീപശിഖ പ്രകാശിപ്പിച്ച് സ്പോർട്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ലീഡേഴ്സായ സന ഷംസൻ, ഇമ്മാനുവൽ വിനു എന്നിവരുടെ നേതൃത്വത്തിൽ ദീപശിഖ പ്രയാണം നടത്തി. തുടർന്ന് LP UP തലങ്ങളിലായി സിംഗിൾ, ജനറൽ കാറ്റഗറികളിൽ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വാശിയേറിയ മത്സരത്തിൽ കുട്ടികൾ നിരവധി സമ്മാനങ്ങൾ കരസ്ഥമാക്കി. പഠനയാത്ര. പഠനം കേവലം ക്ലാസ് മുറികളിൽ മാത്രമല്ല, പ്രകൃതിയിലൂടെയും യാത്രയിലൂടെയും സാധ്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒന്നായിരുന്നു ഈ വർഷത്തെ പഠനയാത്ര. UP ക്ലാസ്സിലെ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ഈ യാത്രയിൽ തുമ്പൂർമുഴി അണക്കെട്ട്, നെടുമ്പാശ്ശേരി വിമാനത്താവളം, അതിരപ്പള്ളി സിൽവർ സ്റ്റോൺ എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ചു. വിനോദവും വിജ്ഞാനവും നിറഞ്ഞ ഈ യാത്ര കുട്ടികൾക്കൊരു നവ്യാനുഭവമായിരുന്നു. ജനുവരി 26 റിപ്പബ്ലിക് ദിനം. 77ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് വിവിധ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ പതാക ഉയർത്തി സന്ദേശം നൽകി. ഹെഡ് മാസ്റ്റർ ശ്രീ വിനു ജോർജ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. തുടർന്ന് റിപ്പബ്ലിക് ദിന സന്ദേശം, ദേശഭക്തിഗാനം, ക്വിസ് പ്രോഗ്രാം എന്നിവ നടത്തപ്പെട്ടു. കുട്ടികൾ നിർമ്മിച്ച വിവിധ തരത്തിലുള്ള പ്ലക്കാർഡുകളും പ്രദർശനവും നടത്തി. അവാർഡുകളും മികവുകളും. മത്സര സ്വഭാവമില്ലാതെ അക്കാദമിക മികവുകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് കുട്ടികളുടെ സർഗവാസനകൾ വികസിപ്പിക്കുന്നതിനും പങ്കുവയ്ക്കുന്നതിനുമായി നിരവധി പ്രവർത്തനങ്ങളിൽ കുട്ടികളെ പങ്കുകാരാക്കുന്നു. ഇത്തരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികളെ തേടി നിരവധി പുരസ്കാരങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്തു. തുടർച്ചയായ 2ാം വർഷവും മികച്ച ക്ലീൻ ക്യാമ്പസിനുള്ള MLA അവാർഡും ഉപജില്ലയിലെ ഏറ്റവും മികച്ച PT കമ്മിറ്റിക്കുള്ള അവാർഡും ബഹുമാനപ്പെട്ട ശ്രീ ആന്റണി ജോൺ MLAയുടെ പക്കൽ നിന്നും ഏറ്റുവാങ്ങി. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ നമ്മുടെ സ്കൂളിലെ സച്ചിൻ P. നിതിൻ, ജൂവൽ ഡേസൺ, ക്രിസ്റ്റീന സിജു എന്നിവർ LSS സ്കോളർഷിപ്പിനും നെസ്ല നിഷാബ് USS സ്കോളർഷിപ്പിനും അർഹരായി. സബ് ജില്ലാതല ശാസ്ത്രോത്സവം, കലാമേള, കായിക മത്സരങ്ങളിലും മികച്ച പ്രകടനമാണ് കുട്ടികൾ കാഴ്ചവെച്ചത്. ഉപജില്ലാ തലത്തിൽ UP വിഭാഗം നാടോടി നൃത്തത്തിൽ ബിൽന സിജോ 2ാം സ്ഥാനവും ജലച്ചായ മത്സരത്തിൽ സുഹൃത വിനു 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഇവ കൂടാതെ ഉപജില്ലാ തലത്തിൽ വിവിധ മത്സരങ്ങളിൽ 1ാം സ്ഥാനം നേടിയ ജോസൻ ജിയോ, ജ്യോതിഷ് ഷിജു, ക്രിസ്റ്റീന സിജു എന്നിവർ റവന്യൂ തല മത്സരങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും A ഗ്രേഡ് ലഭിക്കുകയും ചെയ്തു. ഇവരിൽ മാസ്റ്റർ ജോൺ സിയോ കന്നഡ പ്രസംഗത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. സബ് ജില്ലാ തലത്തിൽ നടന്ന LP വിഭാഗം സോഷ്യൽ സയൻസ് ക്വിസ് മത്സരത്തിൽ 4ാം ക്ലാസ്സിലെ അഭിരാമി പ്രിയൻ 3ാം സ്ഥാനം കരസ്ഥമാക്കി. സംസ്കൃതം കലോത്സവത്തിലും നമ്മുടെ കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു.
കഥാകഥനത്തിൽ അനാമിക ജനേഷിന് 2ാം സ്ഥാനവും പ്രഭാഷണത്തിൽ ജോൺ സിയോയ്ക്കും കവിതാരചനയിൽ ഋതിക രതീഷിനും പദ്യചൊല്ലൽ മത്സരത്തിൽ ഇമ്മാനുവൽ വിനുവിന് 2ാം സ്ഥാനവും ലഭിച്ചു. സംഘഗാനം, നാടകം എന്നീ ഗ്രൂപ്പ് മത്സരങ്ങളിലും 3ാം സ്ഥാനം ലഭിച്ചു. പ്രവൃത്തി പരിചയമേളയിൽ ഒറിഗാമി മത്സരത്തിൽ അമാന ഫൈസലിന് 2ാം സ്ഥാനം ലഭിച്ചു. അറബി കലോത്സവത്തിൽ പദപ്പയറ്റ് മത്സരത്തിൽ ഹിദ ഫാത്തിമയ്ക്ക് 2ാം സ്ഥാനവും ലഭിച്ചു. ഉപജില്ലാ കായിക മത്സരത്തിൽ 100 മീറ്റർ ഓട്ട മത്സരത്തിൽ 6ാം ക്ലാസ്സിലെ മുഹമ്മദ് സിനാൻ 2ാം സ്ഥാനം കരസ്ഥമാക്കി. ഇൻക്ലൂസീവ് സ്പോർട്സ് മീറ്റിൽ റണ്ണർ റയാൻ റിജോ, ഗൈഡ് റണ്ണർ അബ്ദുൾ റഹ്മാൻ മുഹാരി എന്നിവർ ജില്ലാ തലത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി സംസ്ഥാന തലത്തിലും പങ്കെടുത്തു. ഗണിതശാസ്ത്രമേളയിൽ UP വിഭാഗം ജോമെട്രിക്കൽ ചാർട്ട് മത്സരത്തിൽ ഫെബിൻ ജോസും സ്റ്റിൽ മോഡലിൽ ജോസൻ ജിയോയും 1ാം സ്ഥാനം കരസ്ഥമാക്കി. UP വിഭാഗം ഗണിതശാസ്ത്രമേള ഓവറോൾ 2ാം സ്ഥാനവും ലഭിച്ചു. ദീപിക കളർ ഇന്ത്യ മത്സരത്തിൽ നമ്മുടെ കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനോടൊപ്പം ഏറ്റവും അധികം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചതിനുള്ള പുരസ്കാരവും നമ്മുടെ സ്കൂൾ കൈപ്പറ്റി. വർഷങ്ങളിലെ പോലെ തന്നെ മികച്ച രീതിയിൽ KCSL സംഘടനാ പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിൽ മുന്നേറുന്നു. 2024-25 അധ്യയന വർഷത്തെ രൂപതാ തലത്തിലുള്ള ഏറ്റവും മികച്ച KCSL LP വിഭാഗം യൂണിറ്റായും UP വിഭാഗത്തിൽ മികച്ച 3ാമത്തെ യൂണിറ്റായും നമ്മുടെ സ്കൂൾ തിരഞ്ഞെടുക്കപ്പെട്ടു. KCSL രൂപതാതല എക്സലൻസ് അവാർഡ് UP വിഭാഗം സന ശ്യാംസൺ ഫസ്റ്റ് റണ്ണറപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു. KCSL രൂപതാതല ബൈബിൾ ക്വിസ് മത്സരത്തിൽ നമ്മുടെ സ്കൂളിനെ പ്രതിനിധീകരിച്ച് 7ാം ക്ലാസ്സിലെ ജോസൻ ജിയോ, ഇമ്മാനുവൽ വിനു എന്നിവർ മത്സരിച്ച് 3ാം സ്ഥാനം കരസ്ഥമാക്കി. ചങ്ങനാശ്ശേരിയിൽ വെച്ച് നടന്ന KCSL സംസ്ഥാന കലാമേളയിൽ മലയാളം പ്രസംഗത്തിൽ ജോസൻ ജിയോ 1ാം സ്ഥാനം കരസ്ഥമാക്കിയെന്നതും അഭിമാനകരമായ നേട്ടമാണ്. കോലഞ്ചേരിയിൽ വെച്ച് നടത്തപ്പെട്ട 46ാമത് ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ കുമാരി മരിയ ബിനീഷ് 2 ഗോൾഡ് മെഡലുകൾ കരസ്ഥമാക്കി സംസ്ഥാന തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. സ്റ്റേറ്റ് തല സബ് ജൂനിയർ കളരി ചാമ്പ്യൻഷിപ്പിൽ എറണാകുളം ജില്ലയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച കുമാരി നിവേദ്യ പ്രവീൺ 3ാം സ്ഥാനം കരസ്ഥമാക്കി. സെന്റ് ജോസഫ് UP സ്കൂളിന്റെ ചരിത്ര താളുകളിൽ പൊൻലിപികളാൽ എഴുതപ്പെടേണ്ട ഒന്നാണ് പ്ലാറ്റിനം ജൂബിലി അധ്യയന വർഷം. 75 വർഷത്തെ പാരമ്പര്യത്തിന്റെ കരുത്തും ലാ ഫെറിയ 2K25 ആഘോഷങ്ങൾ നൽകിയ പുത്തനുണർവും നമ്മുടെ വിദ്യാലയത്തെ പുതിയ ഉയരങ്ങളിലേക്ക് നയിച്ചിരിക്കുന്നു. നാം നടപ്പിലാക്കിയ 75 കർമ്മ പദ്ധതികൾ കേവലം ആഘോഷങ്ങൾ മാത്രമായിരുന്നില്ല, മറിച്ച് നമ്മുടെ കുട്ടികളുടെ സർഗാത്മകവും അക്കാദമികവുമായ വളർച്ചയ്ക്കുള്ള ചവിട്ടുപടികളായിരുന്നു. പ്രിയ വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ഈ വാർഷിക ദിനം നമ്മുടെ കൂട്ടായ്മയുടെ വിജയമാണ്. വരും വർഷങ്ങളിലും ഈ മികവ് നിലനിർത്താനും സ്നേഹത്തിലും അറിവിലും അധിഷ്ഠിതമായ ഒരു തലമുറയെ വാർത്തെടുക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയുടെ ഒരു വാക്ക്. 76 വർഷങ്ങൾ പിന്നിടുന്ന നമ്മുടെ വിദ്യാലയത്തിന്റെ യശസ് ഉയർത്തുവാൻ നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന കോതമംഗലം രൂപത അഭിവന്ദ്യ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവിനും രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി റവറൻ ഫാദർ മാത്യു മുണ്ടകൽ അച്ഛനും സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ തോമസ് ജെ പറയടം അച്ഛനും അസിസ്റ്റന്റ് മാനേജർ ജീവൻ അച്ഛനും നന്ദി പറയുന്നു. കൂടാതെ നമ്മളോടൊപ്പമുള്ള കേരള വിദ്യാഭ്യാസ വകുപ്പ്, കോതമംഗലം BRC, കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് എന്നീ മേഖലകൾക്കും കോതമംഗലം കോർപ്പറേറ്റ് മാനേജ്മെന്റിനും നന്ദി അർപ്പിക്കുന്നു. കുട്ടികളുടെ സമഗ്ര വികസനം മുന്നിൽ കണ്ടുകൊണ്ട് പത്രം സ്പോൺസർ ചെയ്യുന്നവരെയും പഠന സഹായങ്ങൾ നൽകി വരുന്ന കോതമംഗലം ലയൺസ് ക്ലബിനെയും മാതൃദീപ്തി അംഗങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. മോഡൽ ലയൺസ് ക്ലബ് ഓഫ് കൊച്ചിൻ മിഡ് ടൗണിന്റെ സീലിംഗ് ഫാൻ വിതരണ പ്രോജക്റ്റിന്റെ ഭാഗമായി നമ്മുടെ സ്കൂളിലും സീലിംഗ് ഫാനുകൾ നൽകിയ ക്ലബ് ഭാരവാഹികൾക്കും നന്ദി അറിയിക്കുന്നു. വായനാ ദിനത്തോടനുബന്ധിച്ച് സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ സംഭാവന ചെയ്ത മലർവാടി ആർട്സ് ക്ലബിനും നന്ദി. സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും നിറസാന്നിധ്യമായ PTA, MBTA പ്രതിനിധികൾ, മറ്റ് അഭ്യുതകാംക്ഷികൾ എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. നാളിതുവരെ നമ്മുടെ സ്കൂളിന്റെ വളർച്ചയ്ക്ക് അകമഴിഞ്ഞ് സഹായ സഹകരണങ്ങൾ നൽകിപ്പോയെന്ന പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഘടനയിലെ ഓരോ അംഗങ്ങൾക്കും ഞങ്ങളുടെ സ്നേഹത്തോടെയുള്ള നന്ദി. എല്ലാറ്റിനും ഉപരിയായി ഈ കാലം അത്രയും ഞങ്ങളെ കൈപിടിച്ച് നടത്തിയ സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പൂർണ്ണമായ സംതൃപ്തിയോടെയും നാളെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകളോടെയും ഈ വാർഷിക റിപ്പോർട്ട് ഉപസംഹരിക്കുന്നു.